Watch India's largest kids library only on Jio Hotstar. Download the app now. ഹലോ ജോൺ, ആ ഫയൽ എത്തി ഇത് എന്റെ കയ്യിൽ എത്തിയിരിക്കണം. അല്ലെങ്കിൽ നിനക്ക് തൂത്തൂനെ ശരിക്കും അറിയാവുന്നതല്ലേ. എന്റെ വാണിംഗ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളതാണ്. വരാം സാർ, വരാം. നിങ്ങൾ ഒന്നിനും വിഷമിക്കണ്ട സാർ. ഇനി ഒരു കാര്യം മനസ്സിൽ വെച്ചോണം. ഇൻസ്പെക്ടർ ചിങ്കം അവിടെ നല്ലൊരു പ്രൊട്ടക്ഷൻ ആണ് നൽകിയിരിക്കുന്നത്. ചിങ്കം ഒരു ബുദ്ധിമാനാണ്. അയാൾ നിങ്ങളെ എങ്ങനെയാണെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. ഈ ഫയൽ വേറെ ആരെങ്കിലും കയ്യിൽ കൊടുത്തുവിട്. അത് 50 കോടിയുടെ ഫയലാണ്, മനസ്സിലായോ? വളരെ ശ്രദ്ധിച്ചു വേണം, അല്ലെങ്കിൽ ഈ തൂത്തുവിന്റെ കാര്യം നിനക്കറിയാമല്ലോ. പതുക്കെ നോക്കി നോക്കി പോ. ഇടിച്ചല്ലോ, എനിക്ക് എന്താവണാവോ? എന്താ പറ്റിയ? സോറി എന്താ പറ്റിയേ? എന്റെ കാൽ അനങ്ങുന്നില്ലല്ലോ, എന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ എന്റെ സ്കൂട്ടർ എങ്ങനെ ഓടിക്കോ? എല്ലാം പോയല്ലോ. ഇപ്പൊ എന്റെ ജോലി പോയല്ലോ. ജോലി പോയ എന്താകും? എനിക്ക് 2 കുഞ്ഞു കുട്ടികളാണ് ഉള്ളത്, ഭാര്യയുമുണ്ട്. ഈ ഫയൽ എന്റെ ബോസിന്റെ അടുത്ത് കൊണ്ടുപോയി എത്തിച്ചില്ലെങ്കിൽ എന്റെ ജോലി തന്നെ പോകും. നിങ്ങൾ കരച്ചിൽ നിർത്തിയില്ലെങ്കിൽ ഞാൻ അതിനേക്കാളും കൂടുതൽ കരയും. പേടിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ബോസിനെ വിളിച്ചു പറയൂ നിങ്ങൾക്ക് ആക്സിഡന്റ് ആയെന്ന്. ഫയൽ വന്ന് അയാൾ വാങ്ങിച്ചോണ്ട് പോയിക്കോളും. എന്റെ അടുത്ത് ഫോണ് പോലും ഇല്ല, പിന്നെ എന്റെ ബോസിന്റെ നമ്പറും ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യൂ? എന്റെ കുട്ടികളുടെ ഫീസ് കെട്ടണം, പിന്നെ എന്റെ ഭാര്യക്ക് മേക്കപ്പ് സെറ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കണം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യോ? നിങ്ങൾ ടെൻഷൻ ആവണ്ട ചേട്ടാ, കേട്ടോ? നിങ്ങൾ താഴെ തള്ളിയിട്ടത് ഞങ്ങളല്ലേ, അതുകൊണ്ട് നിങ്ങളെ സഹായിക്കേണ്ട കടമയും ഞങ്ങളുടെയാണ്. അതെ ഞങ്ങൾ ചെയ്യാം. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് രാം പരമേശ് യാദവ്. വരൂ പത്തുലു, ഇയാളുടെ ഫയല് നമുക്ക് ഇയാളുടെ ബോസിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാം. അതെ മോനെ, ഇയാളെ ഒന്ന് ശ്രദ്ധിച്ചോളെ മോനെ. വല്ല സോഡയും മേടിച്ച് കുടിക്കാൻ കൊടുക്ക്. അപ്പോഴത്തേക്ക് ഇവന്റെ ഫയല് കൊടുത്തിട്ട് ഞങ്ങൾ വേഗം വരാം. വേഗം ഓടിപ്പോകൂ, ഇത് വേഗം എത്തിക്കണം. എവിടെ പോലീസിന്റെ സെക്യൂരിറ്റി ഉണ്ടോ അവിടെയാണ് എന്റെ ബോസ് ഉണ്ടാവുക. അതെ, വേഗം പോകൂ. നിങ്ങൾ വേഗം പോയി എന്റെ ബോസിന്റെ അടുത്ത് എത്തിക്കൂ. എന്റെ ബോസിന്റെ പേര് അത് വന്ന് പൊയ്ക്കോളാം. പക്ഷേ നിങ്ങളുടെ ബോസിന്റെ പേര് നല്ല തമാശയായിട്ടുണ്ടല്ലോ. മോട്ടുപത്തിന് ഫയൽ എടുത്തോണ്ട് വരുന്നുണ്ട്. വെരി ഗുഡ് ജോൺ, ഒരു നല്ല ഐഡിയ ആണ് ഉണ്ടാക്കിയത്. മോട്ടുപത്തിലൂടെ നിന്നേ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇപ്പൊ ചിങ്കം അവരുടെ പുറകെ ഉണ്ട് എന്ന് വെച്ചാ എന്റെ ഫയല്. പത്തുലു, എനിക്ക് തോന്നുന്നു ചിങ്കം സാർ നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ടെന്നാ. എന്റെ അമ്മ മോട്ടുപത്രോ, നിങ്ങൾ എങ്ങോട്ടായി ഓടിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ എത്ര തവണ നിങ്ങളെ വിളിച്ചു. എന്നാ ശരി, വന്നേ, നമുക്ക് പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. ചായ കുടിക്കാനോ? വേണ്ട ചിങ്കം സാറേ, ഞങ്ങൾ കുറച്ച് തിരക്കിലാണ്. ഇല്ല മോട്ടു, ഒരു ചായ കുടിക്കാൻ അധികം സമയം വേണ്ടി വരില്ലല്ലോ. കുടിച്ചിട്ട് പോകാം. എന്തിനാ നിങ്ങൾ ഇത്ര ധൃതി വെക്കുന്നത്? നമ്മൾ ഒരുമിച്ച് പോയി നല്ലൊരു ചായ കുടിക്കാന്നേ. ഇന്ന് ഡ്യൂട്ടി ചെയ്ത് ഞാനാകെ ക്ഷീണിച്ചു പോയിരിക്കുകയാണ്. ഓക്കെ ചിങ്കം സാറേ, ഓക്കെ, നിങ്ങൾ പറഞ്ഞാൽ ശരിയായിരിക്കും. പത്തുലു, ചിങ്കം സാറ് ചായ കുടിക്കാൻ വിളിക്കുമല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ചായ കുടിച്ചിട്ട് പോയിക്കളയാം.
ഈ ഫയലിന് വേണ്ടി പിടിച്ചു പറി നടക്കുകയാണ്. ചിങ്കമ്മൻ ഇപ്പൊ സംശയമായി കഴിഞ്ഞു. ആ, ഥു, 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 ഥു. എന്റെ കാര്യം പോക്ക. 50 കോടിയുടെ ഫയലാണ്. എന്റെ കാര്യം പോക്ക, ശരിക്കും പോക്ക. ഥു, 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 ഥു. ആ. ഓ, രക്ഷപ്പെട്ടു. എനിക്ക് തോന്നുന്നു അവർക്ക് മനസ്സിലായില്ലെന്ന്. അഥു, ഥു, 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 ഥു. ഓക്കെ, താങ്ക് യു. എന്റെ അമ്മോ, ഇന്ന് ഒടുക്കത്തെ ചൂടാണല്ലോ. അയ്യോ, ഇല്ല. അയ്യോ, ഇപ്പൊ ശരിക്കും പിടിക്കപ്പെട്ടിരിക്കുന്നു. ചിങ്കപ്പന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അയാൾ ആ ഫയലേ കയറി പിടിച്ചിരിക്കുകയാണ്. അഥു, ഥു, ഥു, ഥു. അഥു, ഥു, 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 ഥു. അതെ ചിങ്കം സാറേ, ഇന്ന് നോക്കിയിട്ട് ഭയങ്കര ചൂട് കേട്ടോ. ഇനിയിപ്പൊ ഞാൻ രക്ഷപ്പെടില്ല. എന്റെ കാര്യം പോക്ക. ആ ഫയലിൽ നിന്ന് ഇപ്പൊ ഒരു താളം എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പൊ എന്റെ കാര്യം ശരിക്കും പോക്ക. മോട്ടു പത്ലു, നിങ്ങൾക്കും നല്ല ചൂട് തോന്നുന്നുണ്ടല്ലേ? ഈ പേപ്പർ വെച്ച് വീശിയാൽ നല്ല കാറ്റുണ്ടാവും. ഓക്കേ. ആ, രക്ഷപ്പെട്ടു. ഇപ്പൊ ശരിക്കും രക്ഷപ്പെട്ടു. ഇപ്പോഴാണ് മനസ്സിലായ അയാൾക്ക് ശരിക്കും ചൂടെടുക്കണ്ടായിരുന്നു. ഇപ്പൊ ഓക്കെയാ. ചിങ്കം സാർ, ഞങ്ങൾ ഇപ്പൊ തന്നെ പോവാം. വേഗം തന്നെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ഫയല് കൊണ്ടുപോയി കൊടുക്കണം. ഇല്ലെങ്കിൽ ആ പാവത്തിന്റെ ജോലി പോകുന്ന പറഞ്ഞത്. വരൂ പത്ലു. മോട്ടു, പത്ലു, താങ്ക് യു ഫോർ കമ്മിങ്. ഐ ആം ഞങ്ങൾ മോട്ടും പത്ലുവാണ്. ആ ഫയല് കൊണ്ടുവന്നിട്ടുണ്ടോ? അതെ ഞങ്ങള് ഫയൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങള് റോബർട്ടിന്റെ ബോസ് അല്ലേ? അതെ, ഞാനാണ് അയാളുടെ ബോസ്. ഇപ്പൊ റോബർട്ടിന് ആക്സിഡന്റ് ആയില്ലായിരുന്നെങ്കിൽ അയാൾ ഈ ഫയൽ എന്റെ കയ്യിൽ കൊണ്ടുവന്നേനെ. ഓ, ചിങ്കം സാർ പേജ് നന്നായിട്ട് ഫയൽ ചെയ്തെന്ന് തോന്നുന്നു. താങ്ക് യു. നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത് ഞങ്ങൾ മോട്ടുവും പത്തലുമാണെന്ന്? പിന്നെ റോബർട്ടിന്റെ ആക്സിഡന്റ് ആയെന്ന് നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത്? ഒന്ന് പറയൂ. പിന്നെ ചിങ്കം സാർ ഞങ്ങളെ കണ്ടു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതെ, അയാളുടെ ഫോൺ വന്നായിരുന്നു. അയാൾക്ക് ആക്സിഡന്റ് ആയെന്നും പറഞ്ഞ്. എന്നിട്ട് അയാളാണ് പറഞ്ഞത് മോട്ടു പത്ലുവിന്റെ കയ്യിലാണ് ഫയൽ കൊടുത്തയക്കണെന്ന്. അദ്ദേഹത്തിന്റെ അടുത്ത് ഫോൺ ഇല്ലായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതാണ് അദ്ദേഹത്തിന് ഫോണേ ഇല്ലാന്ന്. എടോ, ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറയടോ. അയാള് ആരെങ്കിലും ഫോൺ കടം വാങ്ങിയിട്ടായിരിക്കും ഫോൺ ചെയ്തത്. പിന്നെ ഈ കാലത്ത് എല്ലാവരുടെയും കയ്യില് ഫോണുണ്ടല്ലോ. മോട്ടു, ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഫയൽ നമുക്ക് ഇപ്പൊ ഇയാളുടെ കൊടുക്കണ്ട. ഈ ഫയല് ശരിയായിട്ടുള്ള സമയത്ത് എത്തിയില്ലെങ്കിൽ എന്റെ ജോലി പോക്കാ. എന്റെ കൊച്ചു പിള്ളേരുണ്ട് വീട്ടില്. എനിക്കൊരു വലിയ ഭാര്യയുണ്ട്. എനിക്കാണെങ്കിൽ വീടിന്റെ വാടക കൊടുക്കാറുണ്ട്. കരയരുത്. ചെന്നിട്ട് ഈ ഡയറി ഫയലിൽ സൂക്ഷിച്ചു വെച്ചോളൂ. കൊണ്ടുപോയിക്കോ. താങ്ക് യു മോട്ടു. നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണ്. എങ്കിൽ ഞാൻ പോവാണ്. അതേ മോട്ടു, നീ ഇതെന്താണ് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ വെറുതെ ഇമോഷണൽ ആവേണ്ട ആവശ്യമില്ല. അവൻ നിന്നെ പൊട്ടം കളിപ്പിച്ചിട്ട് പോയിരിക്കാണ്. അവൻ എങ്ങനെ അറിയാൻ നമ്മളാണ് മോട്ടു പത്ലുന്ന്? അയാൾക്ക് എങ്ങനെ അറിയാൻ നമ്മൾ ഇപ്പൊ ചിങ്കം സാറിനെ കണ്ടിട്ട് വരുന്ന വഴിയാണെന്ന്? അയാൾ നമ്മൾ ചെയ്യുന്നത് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ അർത്ഥം ഫയലിനകത്തുണ്ടായിരുന്നത് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആയിരുന്നു എന്നാ. മനസ്സിലായോ? ആലോചിക്ക് മോട്ടു. മോട്ടു പത്ലു, എന്ത് പറ്റി ചിങ്കം സാർ? എന്റെ അമ്മോ, ഞാൻ എന്ത് പറയാനാ? ഒരു ടെററിസ്റ്റിന്റെ ഫയൽ ഇവിടുന്ന് പൊക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഫയൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നു? എന്റെ സാറേ, ആ ഫയല് കൊണ്ടല്ലേ നിങ്ങൾ വീശിക്കൊണ്ടിരുന്നത്? അതിനകത്ത് മുഴുവനും പേപ്പറായിരുന്നു. ഞങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ആരോ ചെയ്തു കൂട്ടിയ പണിയാണത്. ഞങ്ങൾ രണ്ടുപേരും കൃത്യമായിട്ട് ആ ഫയൽ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു. അവനിപ്പോ ആ ഫയലും കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവും. എന്റെ അമ്മോ, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? അവനെ പിടിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. രാജ്യത്തിന്റെ എല്ലാ സീക്രട്സും ആ ഫയലിനകത്താണ് ഉള്ളത്. എന്നാ ചിങ്കം സാറേ വേഗം വിട്ടോ. വന്നേ പോകാം. വരുന്നു മോട്ടു. സ്റ്റാർട്ട്. മോട്ടോ, ഞാനും നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. ഒന്ന് പതുക്കെ. ഇനി സ്പീഡിൽ പോ. പത്ലു, ബൈക്ക് ശ്രദ്ധിച്ചോണേ. മിസ്റ്റർ, അല്ല മോട്ടു, ഇതെന്താ ഇവിടെ എന്തിനാ വന്നേ? ഞാൻ ഫയൽ ശരിക്കും കൊണ്ടേ കൊടുത്തോളാം സമയത്തിന്.
മിസ്റ്റർ തു 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 ഇപ്പോൾ ഈ ഫയൽ ഞാൻ നിനക്ക് തരുന്നത് വാങ്ങിച്ചോളൂ. തോ, 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 തോ. അടിക്കുക എന്നെ നിർത്തിയിട്ട് അടിക്കുക. ഈ ഓടുന്ന കാറിലെത്തിനാ എന്നെ തല്ലുന്നേ. Yes, Chingam is landing. ചിങ്കം സാർ, arrest me. എന്റെ അമ്മോ വേണ്ട, ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ദേ ഇയാൾ എന്നെ പിന്നെ തല്ലും. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. നിങ്ങൾ ഫൈൻ വെച്ചോ, എന്നെ ഇയാളിൽ നിന്ന് രക്ഷപ്പെടുത്തു നിങ്ങള്. വേണ്ട, നീ തന്നെ വിലം കിട്ടോ. എന്റെ അടുത്തേക്ക് വരല്ലേ. തുപ്പിലോണ്ട് താൻ അഭിഷേകം നടത്തും. വേണ്ട, എനിക്ക് വയ്യ. Watch India's largest kids library only on Geo Hotstar. Download the app now.